നമസ്കാരം, ധനേഷാണ്. എന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ യുണിക്കിന്റെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൊറോണയെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും കുറയുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാനും മേടിക്കാനും അതുപോലെ മേടിച്ച് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു തെർമോമീറ്ററിന്റെ അൺബോക്സിംഗ് വീഡിയോയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് യൂണിറ്റിൻ്റെ ഇൻഫ്രാറെഡ് തെർമോമീറ്ററിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കവറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു തെർമോമീറ്ററിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റി കേസിലാണ് നമുക്ക് ലഭിക്കുന്നത്. സൈഡിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല, കമ്പനിയുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഇൻഫ്രാറെഡ് തെർമോമീറ്റർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ നമ്പർ, അതുപോലെ തന്നെ മെഷറിംഗ് റേഞ്ച്, അതായത് 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 42.9 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ അളക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതിൻ്റെ ആവറേജ്, അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, അതിനെ തുടർന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി, അതായത് ഈ തെർമോമീറ്റർ നിർമ്മിച്ച കമ്പനി ചൈനയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഞാനാണെങ്കിൽ ഈ തെർമോമീറ്ററിൻ്റെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഈ തെർമോമീറ്റർ വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെയർ ബാറ്ററി വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ തെർമോമീറ്റർ എൻ്റെ കയ്യിലേക്ക് എടുത്തിരിക്കുകയാണ്. എൻ്റെ സൈഡിലാണെങ്കിൽ കമ്പനിയുടെ പേര് കാണിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ടിലായിട്ടൊരു LED ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ഒരു 4 സ്വിച്ചും കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത സൈഡിലായിട്ട് ഈ തെർമോമീറ്ററിൻ്റെ പേര്, പിന്നെ അതുപോലെ ടെമ്പറേച്ചർ ഡീറ്റെയിൽസ്, പിന്നെ കമ്പനി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഒരു സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് തെർമോമീറ്ററിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ട്രിഗറും ഉണ്ട്. നമ്മൾ ട്രിഗറെ പിടിച്ച് ഞെക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ടെമ്പറേച്ചറെല്ലാം ചെക്ക് ചെയ്യുന്നത്. പിന്നെ ആ സ്വിച്ചുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്വിച്ചുകളാണത്. ഞാൻ ഇനി ആദ്യമായിട്ട് ഞങ്ങളുടെ ക്യാബിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ക്യാബിൻ്റെ നെറ്റിക്ക് നേരെ കൊണ്ടുവന്നിട്ട് ട്രിഗറെ പിടിച്ച് ഞെക്കുവാണ്. ഞെക്കിയ ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ കൈ ഒന്ന് വിട്ട് കഴിയുമ്പോൾ പച്ച ലൈറ്റ് കത്തി കഴിയുമ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറാണ്. 35.4 % ടെമ്പറേച്ചർ. മുകളിൽ ഓക്കെ എന്നും കാണിക്കുന്നുണ്ട്. ഞാൻ അടുത്തത് ഞങ്ങളുടെ സെക്കൻഡറി ആണെങ്കിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ട്രിഗറെ പിടിച്ച് ഞെക്കി കഴിയുമ്പോൾ ഈ പച്ച ലൈറ്റ് കത്തി കഴിയുമ്പോൾ നിങ്ങൾ ഓർത്തോളം നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറാണ്. നിങ്ങൾക്ക് ഇച്ചിരി ചൂട് കൂടുതൽ ഉണ്ടെങ്കിൽ ആ പച്ചയ്ക്ക് പകരം അവിടെ ഓറഞ്ച് ലൈറ്റ് ആയിരിക്കും കത്തുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അസിസ്റ്റൻസ് തേടേണ്ടതുമാണ്. അപ്പോൾ ഞാൻ സെക്കൻഡിനെ ചെക്ക് ചെയ്ത് പ്രസൻറ്റ് ടെമ്പറേച്ചർ 35.2 ഇനി അടുത്ത് ഞങ്ങളുടെ വെസലിൻ്റെ ഇൻചാർജ് ഉണ്ണിയേട്ടനെ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഉണ്ണിയേട്ടൻ്റെ പ്രസൻറ്റ് ടെമ്പറേച്ചർ നോക്കാം. ഇതുകൊണ്ട് നിങ്ങൾ ട്രിഗറെ പിടിച്ച് നോക്കുമ്പോൾ കാണും പ്രസൻറ്റ് ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ആവുന്നത് കാണുന്നുണ്ട്. ഇപ്പം പ്രസൻറ്റ് ഉണ്ണിയേട്ടൻ്റെ ടെമ്പറേച്ചർ 35.1 നോർമൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് പച്ച ലൈറ്റ് കത്തുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ ക്ലിയറായി പാലിക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ കൈ നല്ല വൃത്തിയായിട്ട് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് നിങ്ങൾ കൈ വൃത്തിയാക്കുക. ഏതൊരു വ്യക്തിയുമായിട്ട് 1 മീറ്ററെങ്കിലും നിങ്ങൾ അകലം കൃത്യമായി പാലിക്കുക. നമ്മൾ അതിജീവിക്കും എന്ന ഒറ്റ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ബ്രേക്ക് ദ ചെയിൻ.